ഗോൾഡൻ സൈപ്രസിൻ്റെ ഒരു കുഴപ്പമാണ്, പെട്ടെന്ന് ഉണങ്ങിപ്പോവും. കാരണം ഇത് കണ്ടില്ല, ഉണക്കൽ ബാധിച്ചേക്കുന്നില്ല, ഇലകൾ കംപ്ലീറ്റ്. ചിലരൊക്കെ നല്ല രീതിയിൽ വന്നിട്ട് ശേഷമായിരിക്കും ഇതേപോലെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് ബാധിച്ചാൽ മതി എല്ലായിടത്തും. ഇതൊരു തരം ഫംഗസിൻ്റെ ആക്രമണമാണ് കേട്ടോ. ഫംഗസ് ഒന്ന് കംപ്ലീറ്റ് ഇലകൾ നശിച്ചുകൊണ്ടിരിക്കും. അപ്പം ആദ്യം ഇത് എല്ലാ ഷെയ്ഡിലോട്ട് വന്നിട്ടാണ് പിന്നെ ഇതേപോലെ ഉണങ്ങിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ആ തുടക്കം തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഫംഗസിനുള്ള സാഫ് പോലുള്ള മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ട് ഇടവേളകളിൽ തളിച്ചു കൊടുക്കണം. ഇത് ഫംഗസ് കാണുമ്പോൾ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. ഫംഗസ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും ഇതിനകത്തുനിന്ന് മരുന്നടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ഈ മരുന്നടിക്കുന്ന സമയത്ത് കുട്ടികളൊന്നും അടുത്ത് നിർത്തല്ല കേട്ടോ. പിന്നെ ഇത് നടുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 1.5 അടി ആഴത്തിലുള്ള കുഴി എടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടിയും ആ മേൽമണ്ണോട് ഇട്ട് തന്നെ ഒന്ന് മൂടിയേക്കണം. മൂടിയ ശേഷം അല്പം ഒന്ന് മാന്തിയിട്ട് നമ്മൾ എല്ലുപൊടിയോടെ ചേർത്തിട്ട് ഈ തൈ നട്ട് കൊടുക്കുക. കാര്യം നന്നായിട്ട് വേര് താഴോട്ട് ഓടും കേട്ടോ. പിന്നെ തണുപ്പാണ് ഇതിന് അനുയോജ്യം. ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളിടത്ത് കൊണ്ട് വെക്കാതിരിക്കുക. ഡയറക്റ്റ് വെയിൽ കുത്തിയടിക്കുന്നിടത്ത് നമ്മളിത് കൊണ്ട് വെക്കാതിരിക്കുക. ഒന്ന് കെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.